ഇക്കാണുന്ന കേട്ടോ സാക്ഷാൽ രുദ്രാക്ഷം നമ്മുടെ മാലകളിലൊക്കെ കണ്ടിട്ടില്ലേ? ഇത് പഞ്ചമുഖമാണ് കൂടുതലും. ഇതിനകത്ത് ഏകമുഖവും കാണുമായിരിക്കും. കാരണം ഏകദേശം ഒരു 2-3 വർഷങ്ങളായിട്ട് ഇവരൊരു മരത്തിൽ നിന്ന് ശേഖരിച്ച് വെച്ചിരിക്കുന്ന സാധനമാണ്. 150 കിലോ ഉണ്ട്, ഒരു വലിയ ചാക്ക് നിറച്ചുണ്ട്. ഓക്കെ, നമ്മൾ കാണിക്കാൻ പോകാം കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ രുദ്രാക്ഷ മരം, അതുപോലെ രുദ്രാക്ഷത്തിൻ്റെ ചില സാധനങ്ങൾ. എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മുടെ കേരളത്തിൽ ഇത് അധികം ഇടങ്ങളിലൊന്നും ഇതിങ്ങനെ കായ്ക്കാറില്ല. കൂടുതലായിട്ടും നമ്മുടെ എന്താ പറയുക, കാശ്മീർ പോലുള്ള സ്ഥലങ്ങളിലാണ് ഇത് ഉള്ളതായിട്ട് പറയുന്നത്. പിന്നെ ഹിമാചൽ പ്രദേശങ്ങളിലുണ്ട്, അതായത് ഹിമാലയത്തിൻ്റെ അടിവശങ്ങളിലൊക്കെ ഉണ്ട്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സാധനങ്ങൾ കൂടിയാണ്. അപ്പോൾ അത് നമ്മുടെ ഹൈ റേഞ്ചിലൊരു സ്ഥലത്ത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മകരക്കൊയ്ത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മളൊരു ചെറിയ എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ എന്താ പറയുക, എൻ്റെ നാട്ടിൽ പുറ്റടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പുറ്റടി രാജാ കണ്ടത്. അതിലിങ്ങനെ പോയ വഴിക്ക് ഒരു മരം കണ്ടു. സാക്ഷാൽ രുദ്രാക്ഷമാണ്. രുദ്രാക്ഷം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉള്ളതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് നന്നായിട്ട് കായ്ച്ചു, ഏകദേശം 8 വർഷമായിട്ട് നല്ലോണം കായ്ക്കുന്നുണ്ട്. കായ്ച്ചിട്ട് ഒരുപാട് എന്താ പറയുക, ഒരു 2 വർഷത്തെ കായ് ഇവരിവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാം. അതിനൊപ്പം തന്നെ ഇവർ കുറച്ച് തൈകളൊക്കെ ഇവിടെ ഈ രുദ്രാക്ഷം തന്നെ വിൽക്കുന്നുണ്ട്. ഒറിജിനൽ പ്യുവർ രുദ്രാക്ഷമാണ്. എന്തായാലും അത് ഏത് സീസണും കായ്ച്ചൊക്കെ നിൽപ്പുണ്ട് എന്നാണ് പറയുന്നത്. ഈ പുറകിൽ കാണുന്ന ഇത് ഈ മരമാണ് കേട്ടോ. ഇത് വലിയൊരു മരമാണ്. എന്തായാലും നമുക്ക് ആ ഗൃഹനാഥനെ ഒന്ന് പരിചയപ്പെടാം. അദ്ദേഹം ഇവിടെ എങ്ങനെയാണ് ഈ സാധനം നട്ടു വളർത്തി, ആ കാര്യങ്ങളൊക്കെ അറിയാം. ഹായ് മധുചേട്ടാ, എന്തൊക്കെയുണ്ട്? സുഖം. ഓക്കെ, ഞങ്ങളുടെ നാട്ടുകാരനാണ്. എന്താ പറയുക, ചേട്ടായുടെ വീട്ടിലേക്ക് ഇവിടെ വരുമ്പോൾ നമ്മൾ കണ്ട ഒരു മരമാണ് ഈ നിൽക്കുന്നത് അല്ലേ? ഇത് എന്താണ് ശരിക്കും? രുദ്രാക്ഷമാണ്? ഇതാണ് ഒറിജിനൽ രുദ്രാക്ഷം. നമ്മൾ എവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ചത്? ഞാനൊരു റിസോർട്ട് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ MD മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് കിട്ടിയ ഒരു തൈ കൊണ്ട് വെച്ചതാണിത്. ഇപ്പോൾ 8 വർഷം പ്രായമായ മരമാണ് നിൽക്കുന്നത്. 8 വർഷം കൊണ്ട് ഇത്രയായി? നന്നായിട്ട് കായ്ക്കും ഇത്? ഒരു വർഷം ഒരു 3 പ്രാവശ്യമെങ്കിലും കായ്ക്കുന്നുണ്ട്. എല്ലാ എന്നും ഉണ്ട്. എല്ലായ്പ്പോഴും കായുണ്ട്. നിറച്ച് കായ്ക്കും ഇത്? ഇപ്പോൾ വേനലായതുകൊണ്ടാണ് കുറവുള്ളത്. മഴക്കാലം ആകുമ്പോൾ ഒരു ലക്ഷക്കണക്കിന് കാ കിട്ടും. അതുപോലെ ഉണ്ട്. അത് പകുതിയും വവ്വാല് കൊണ്ടുപോകും. ഇതിന്റെ പഴത്തിന് എന്ത് കളറാണ്? പഴത്തിന് ഒരു വയലറ്റ് കളർ വരും, നീല കളർ. അതിനുശേഷമാണ് ഈ കുരു കിട്ടുന്നത് അല്ലേ? ഓക്കെ. ഇത് ശരിക്കും നമ്മൾ ചുമ്മാ നട്ടതാണോ, അത് ഇത് അറിഞ്ഞുകൊണ്ട് നട്ടാണോ? അല്ല, എനിക്ക് രുദ്രാക്ഷം അറിഞ്ഞുകൊണ്ട് നട്ടാ. ഞാൻ നിന്ന റിസോർട്ടിൽ ഇതുകൊണ്ട് കായ്ക്കുന്നുണ്ടായിരുന്നു. ഈ നമ്മൾ ആ താഴേക്ക് വരില്ലേ ഈ കുരുവായിട്ട്, അത് നമ്മൾ പിന്നെ പെറുക്കിയെടുത്ത് വയ്ക്കുക? വേറെ എന്തെങ്കിലും ചെയ്യുമോ? അത് പെറുക്കിയെടുത്താൽ നമ്മൾ കഴുകി അത്രേ ഉള്ളൂ. എന്നിട്ട് പിന്നെ ഉണക്കി എടുക്കേണ്ട ആവശ്യമുണ്ടോ? 2 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും. വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങളിത് വിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? വിൽക്കാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഇതാ കഴുകി ഉണക്കി എടുത്താണോ അല്ലേ? ഇത് കഴുകി ഉണക്കി എടുത്തു. ഇതിനകത്തെല്ലാം എന്താ പറയുക, പഞ്ചമുഖം നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല. പഞ്ചമുഖമാണ് കൂടുതലും കണ്ടേക്കുന്നത്. നമുക്ക് ഏകമുഖത്തിനാണ് വില കൂടുതൽ. ഏകമുഖത്തിന് ഭയങ്കര വില. ഇതിന് വില എങ്ങനെയുണ്ടെന്ന് അതിനെപ്പറ്റി വല്ല അറിയുമോ? അതിനെക്കുറിച്ച് കറക്റ്റ് അറിയത്തില്ല. കിലോ കണക്കിനോ അങ്ങനൊന്നുമില്ല അല്ല? ഇത് ശരിക്കും പറഞ്ഞാൽ മാലയിൽ നമ്മളിവിടെ കാണുന്ന മാലകളിലൊക്കെ ഇതല്ലേ വരുന്നത് കൂടുതലും? അതെ. സ്വർണ്ണം കെട്ടിച്ചും വെള്ളി കെട്ടിച്ചും ഒക്കെ ഇടുന്നത് ഇതാണ്. നല്ല രുദ്രാക്ഷമാണ് ഇത്. ഇതിന് ക്വാളിറ്റി വ്യത്യാസം അങ്ങനെയൊന്നും അറിയത്തില്ലായിരിക്കും അല്ലേ? ക്വാളിറ്റി എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി തന്നെ. എല്ലാം അങ്ങനെ. ഇത് എത്ര കാലം മുകളിൽ ഇരുന്നോളും? ഇതിപ്പോൾ എത്ര വർഷമായത്? ഇതിപ്പോൾ ഒരു വർഷമായിട്ടുള്ള 2 വർഷമായിട്ടുള്ളതുണ്ട്. അതിങ്ങനെ ഒരു ചാക്കുണ്ടല്ലേ? ഇത് മൊത്തം കളക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, മൊത്തം കളക്ട് ചെയ്തിട്ടില്ല. ഇടയ്ക്കൊക്കെ പോയിട്ടുണ്ടാവും. ഓക്കെ, എന്തായാലും ഇത്രയും രുദ്രാക്ഷക്കായുടെ ഇതിനകത്ത് ഇതെങ്ങനെ മാല കോർക്കാനെന്നോ? എങ്ങനെ ഇതിനൊരു ഹോളുണ്ട്. ഇതിനകത്തുണ്ടോ ഹോള്? ഇത് നമ്മളൊരു സൂചി വെച്ച് ഇതേ ഒരു ഹോളുണ്ട്. ഇതിൻ്റെ ഹോളുണ്ട്. അതൊരു സൂചി വെച്ച് അങ്ങോട്ട് തെളിച്ച് കൊടുത്താൽ ഹോളാണ്. അല്ല, വേറെ നമ്മൾ ഇതായിട്ട് ഹോൾ ഇടണ്ട? വേണ്ട. ഇതിൻ്റെ അകത്തുണ്ട്. അത് കൊള്ളാമല്ലോ പരിപാടി. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് തന്നെയുള്ളൂ. ഇത് വേറെ ഔഷധങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നില്ലേ? ഔഷധങ്ങളിലെല്ലാം ഹിന്ദുക്കളുടെ ആചാരപ്രകാരം ഇതൊരു 100 കൂട്ടം കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അല്ലെങ്കിൽ ഇതിന് ഔഷധ ഗുണമുണ്ട്, അല്ലാതെ പല ആയുർവേദ മരുന്നുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതെ. ഇത് എൻ്റെ വൈഫ് ചുമ്മാ ഇവിടെ ഇരുന്നപ്പോൾ ഉണ്ടാക്കിയൊരു മാലയാണ്. ആണോ? കോർത്ത്. ചേച്ചി ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ചേച്ചി കോർത്തുണ്ടാക്കിയതാണത്. കോർത്തുണ്ടാക്കിയതാണ്. ഇതിൻ്റെ തൈ ഇത് നമ്മൾ ഈ എന്താ പറയുക, കുരു മുളപ്പിച്ചെടുത്തത്? ഇതിൻ്റെ കുരു മുളപ്പിച്ചെടുത്താണ്. ഇതൊരു ഏതാണ്ട് ഒരു 4 മാസം പ്രായമുള്ള തൈയാണ്. ഇത് ഒരു 8 വർഷം വേണ്ടി വരുമോ കായ്ക്കാൻ? വേണ്ട, 3-ാം വർഷം കായ്ക്കും. 3-ാം വർഷം കായ്ച്ചു വരും. 3 അല്ലെങ്കിൽ മാക്സിമം 4 വർഷം. ഓക്കെ, ഇത് ഇതിൻ്റെ തൈയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടം പോലെ ഒന്നുമില്ല, കുറച്ചൊക്കെ ചേട്ടാ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തൈക്ക് വിലയൊക്കെ കിട്ടുമോ? നിശ്ചയിച്ചോ? ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത്? ഒരു തൈ 250 രൂപ വെച്ചാൽ നമ്മൾ കൊടുക്കും. 250 രൂപയ്ക്ക് ഒരു തൈ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊറിയർ ചെയ്യുമോ? എവിടെയെങ്കിലും ഒക്കെ കൊറിയർ ചെയ്യാൻ പറ്റില്ല? ചെയ്യാൻ പാടായിരിക്കും. അല്ല, ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതിനെക്കുറിച്ച് പഠിച്ചാൽ മതി. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ആളുകൾക്ക് വേണമെങ്കിൽ കൊറിയറും ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് തൈ വേണമെങ്കിൽ ഒറിജിനൽ രുദ്രാക്ഷം വേണമെങ്കിൽ മേടിക്കാം.
ഈ ഇരിക്കുന്നതാണ് രുദ്രാക്ഷത്തിൻ്റെ തൈകൾ. ഇത് എല്ലായിടത്തും ഉണ്ടാവുമോ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ, അത് നിങ്ങൾ പഠിക്കേണ്ടി വരും അല്ലേ.